ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പലതരം പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വലിയ വിലങ്ങുതടിയായിട്ട് നിൽക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത സാഹചര്യം. ചിലപ്പോൾ നമ്മുടെ ചില പ്രിയപ്പെട്ട വ്യക്തികൾ തന്നെ കണ്ണുനീരിൻ്റെയും വേദനയുടെയും കാരണമായിട്ട് നിൽക്കുന്നു. നമ്മളാവുന്നത് പരിശ്രമിച്ചിട്ടും ഒന്നിച്ചു പോകാൻ പറ്റണില്ല, തിരുത്താൻ നോക്കിയിട്ടും പറ്റണില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിഷണ്ണരായിട്ട് നിൽക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന ദൈവജനത്തിന് ദൈവം പറയുന്ന ഒരു വാക്യം. ഇസ്രായേൽ ജനത്തോടാണ് ദൈവം സംസാരിക്കുക. ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പോകുന്ന വഴി ഒത്തിരി അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടു. ഇനി അങ്ങനെ വന്ന് ഇതാ മോശയുടെ കാലശേഷം ജോഷുവയുടെ നേതൃത്വത്തിലായി. അവരിനിയും കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ ദൈവം പറഞ്ഞ ആ ദേശത്തേക്ക് ഇവർക്ക് എത്തേണ്ട ദേശത്തിന് ഇതാ ഇപ്പറെ ജോർദാൻ കരയുടെ ഇക്കരെ ഇവർ വന്ന് നിൽക്കുക. നദി കടന്ന് അപ്പുറത്തേക്ക് പോകണം. ഇനി അപ്പുറത്തേക്ക് കടന്നു നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റു പല രാജ്യങ്ങളും ഉണ്ട്, രാജാക്കന്മാരും ഉണ്ട്, അവരുടെ സൈന്യമുണ്ട്. ഇപ്പോൾ രണ്ട് പ്രശ്നമാണ് ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്നാമത് വലിയ നദി, ഈ നദി കടക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇവരുടെ കയ്യിലില്ല. രണ്ടാമത്തത് നദി കടന്ന് അപ്പുറത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള രാജ്യവും അവിടെയുള്ള സൈന്യവും ഇവരെ നിശേഷം നശിപ്പിച്ചു കളയുന്നുള്ള പ്രശ്നം. അപ്പോൾ ഈ രണ്ട് പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഭയചകിതരായി ആകുലരായിട്ട് നിൽക്കുന്ന ദൈവജനത്തോട് ജോഷുവ പ്രവാചകനിലൂടെ ദൈവം പറയുവാണ്. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ജോഷു പറയുക, നിങ്ങൾ ആ രാജ്യങ്ങളെ നോക്കണ്ട, ആ പ്രതിസന്ധികളെ നോക്കണ്ട, ആ സൈന്യത്തിനെ കണ്ട് പേടിക്കുകയും വേണ്ട. മറിച്ച് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. ദൈവസന്നിധിയിൽ ദൈവകൃപയ്ക്ക് യോഗ്യരാക്കി നിങ്ങളെ തന്നെ മാറ്റുക. അപ്പോൾ ദൈവം നമ്മളെ നയിച്ചോളും, ദൈവം ഇടപെട്ടോളും, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചോളും. ഇനി എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ ജനം ജോഷുവയുടെ വാക്ക് കേട്ടു, അവർ അനുദപിച്ചു, പാപങ്ങൾ കൊടുത്ത് അവർ പാപത്തിന് മാപ്പപേക്ഷിച്ചു, അങ്ങ് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ഇതാ അവർക്ക് കടക്കാനായിട്ട് ദൈവം ജോർദാൻ നദി വറ്റിക്കുന്നു. വരണ്ട ഭൂമിയിലൂടെ അവർ അക്കരെ എത്തുന്നു. ഇനി അക്കരെ എത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ കാണുവാണ്, അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇതാ 5-ാമത്തെ അധ്യായം, ഇതാ ഒരു പട്ടണത്തിൻ്റെ മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരാൾ നിൽക്കുന്ന കാണുവാണ്. ജോഷു ചോദിക്കുവാണ്, നീ ഞങ്ങളുടെ പക്ഷത്തോ എതിർപക്ഷത്തോ? അപ്പോൾ ഊരിപ്പിടിച്ച് വാളുമായിട്ട് നിൽക്കുന്ന ആ വ്യക്തി പറയുവാണ്, ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ്. നോക്കിക്കേ, ദൈവം തൻ്റെ മാലാഖയെ അയച്ച് ഈ ജനത്തിന് മുന്നേ പോയി ആ ജനത്തിന് ശത്രുക്കളായിട്ട് നിന്നിരുന്ന, പ്രതിബന്ധമായിട്ട് നിന്നിരുന്ന സൈന്യത്തെയും രാജ്യങ്ങളെയും തകർത്ത് അവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത പ്രദേശം ഭൂമി കൊടുക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം ഉള്ളിലേക്ക് ഇന്ന് സ്വീകരിക്കുക. ഈ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമേ നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും തടസ്സങ്ങളും കാണുമ്പോൾ നമ്മൾ ഭയപ്പെടാതിരിക്കുക. മറിച്ച് എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, ദൈവം നമ്മുടെ കൂടെ നിൽക്കാൻ തക്കവണ്ണം നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക. എന്നിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവ് നമ്മുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു വിശ്വസിക്കുക. ഈ ദൈവത്തിൻ്റെ വചനമുള്ളിലേക്ക് സ്വീകരിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ അനുദിനം അനുതാപത്തോടെയും പ്രാർത്ഥനയോടെയും തെറ്റുതിരുത്തിക്കൊണ്ടും ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും. കുമ്പസാരത്തോട് ചേർന്ന് കർത്താവെ, ഞങ്ങൾ അങ്ങോട്ട് ചേർന്ന് നിൽക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെ, നിയോഗങ്ങളുടെ കൂടെ, അധ്വാനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.